ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മളുടെ സൈനിക മേധാവികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന് ചൈനയും നമുക്കെതിരെ പോരാടിയെന്നവർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷെ അതിന് മറുപടിയായി ചൈനയൊന്നും പറഞ്ഞിരുന്നില്ല. ചൈനയുടെ യുദ്ധവിമാനം കാശ്മീരിൽ തറന്നു വിടുന്നത് നമ്മുടെ മാധ്യമങ്ങൾ വലിയ വാർത്തയായിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ സൈന്യം ഒട്ടും നിഷേധിച്ചുമില്ല. ഏതായാലും ഇപ്പോൾ ചൈന തന്നെ തുറന്നു സമ്മതിക്കുന്നു, ഞങ്ങൾ യുദ്ധസമയത്ത് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു, പാകിസ്ഥാനെ സഹായിച്ചിരുന്നു എന്ന്. അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: 2 ചൈനീസ് എഞ്ചിനീയർമാരാണ് ചൈനീസ് സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ ഒരു അഭിമുഖത്തിൽ, പ്രത്യേകിച്ച് ചൈനീസ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഡെയിലിയിലൊക്കെ അതിന്റെ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. അവരാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് 2025 മെയ് മാസത്തിൽ യുദ്ധത്തിന്റെ കനത്ത ചൂട് തങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഒരു പുലർച്ചെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ തീഷ്ണത എന്ന് ഈ എഞ്ചിനീയർമാർ പറയുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ, തങ്ങളുടെ ആയുധങ്ങളുടെ 80% വാങ്ങുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ ആ ആയുധങ്ങളെ പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഷാൾ ഹെങ് എന്ന് പറയുന്ന ചൈനീസ് എഞ്ചിനീയർ പറഞ്ഞത്. ചൈനയുടെ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഡെയിലിയിലും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് J-10 CE എന്ന് പറയുന്ന യുദ്ധവിമാനം പ്രവർത്തിപ്പിക്കുകയായിരുന്നു തങ്ങൾക്ക് ലക്ഷ്യം. ഒപ്പം തന്നെ ഇതിന്റെ റഡാർ സിസ്റ്റങ്ങളും പ്രവർത്തിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ചൈനീസ് യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. ഒപ്പം അവരുടെ റഡാർ പ്രവർത്തിച്ചിരുന്നു. ഇത് ഇന്ത്യൻ സേന നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവർ സ്ഥിരീകരിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയുടെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇവരെ ഇതിൽ സഹായിച്ചിരുന്നു. അതും ഇന്ത്യൻ സേന പറഞ്ഞിരുന്ന കാര്യമാണ്. ഏതായാലും 80% ചൈനീസ് ആയുധങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് ചൈന നേരിട്ടെത്തി സഹായം നൽകി എന്നതിൽ ഇന്ത്യക്കാർക്കാർക്കും അത്ഭുതങ്ങളൊന്നും തന്നെയില്ല. അതവർ സ്ഥിരീകരിച്ചതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.